ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. പത്തനംതിട്ടയിൽ 13 വയസ്സുകാരിയെ സഹപാഠികൾ ചേർന്ന് പീഡിപ്പിച്ചു. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെയാണ് സഹപാഠികൾ ചേർന്ന് പീഡിപ്പിച്ചത്. സംഭവത്തിൽ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. പ്രതികളിൽ ഒരാൾ പെൺകുട്ടിയാണ്. സ്കൂളിലെ കൌൺസിലിംഗിനിടയിലാണ് പെൺകുട്ടി ഈ ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു പറഞ്ഞത്. വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ശശി നാരായണൻ ചേരുന്നു. ശശി, ഏറെ വേദനിപ്പിക്കുന്ന അതോടൊപ്പം തന്നെ ഞെട്ടലുളവാക്കുന്ന ഒരു വാർത്തയാണ്. എന്താണ് വിശദാംശങ്ങൾ? നവമി, തീർച്ചയായിട്ടും നവമി സൂചിപ്പിച്ച പോലെ തന്നെ ഏറെ ഞെട്ടലുണ്ടാക്കുന്ന വാർത്ത തന്നെയാണ്. പത്തനംതിട്ടയിൽ 13കാരിയെ സഹപാഠികൾ പീഡിപ്പിച്ചിരിക്കുന്നു. അത് ഈ അടുത്ത സമയത്താണ്, ഇന്നലെയാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. എന്തായാലും ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി സഹോദരിയുടെ ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിനുശേഷം സഹോദരി ഈ വിവരം പോലീസിനെ അറിയിക്കുകയും അതുപോലെ തന്നെ അതിനുശേഷമാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് പോലീസ് ഈ കേസിലേക്ക് പ്രതികളായ സഹപാഠികൾ തന്നെയാണ്. അത് എല്ലാവരും ഈ പ്രായപൂർത്തിയാകാത്തവരാണ്. 13ഉം 14ഉം വയസ്സുള്ള ആളുകളാണ് ഇതിൽ പ്രതിയായിട്ടുള്ളത്. അതിൽ 6 പേരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. അതിൽ 4 പേർ പ്രായപൂർത്തിയാകാത്തവരും 2 പേർ പ്രായപൂർത്തിയായ പ്രതികളുമാണ്. കേസിൽ 10 പേര് ഉണ്ടെന്നാണ് നിലവിലത്തെ സാഹചര്യത്തിൽ പോലീസിന് നമുക്കൊരു വിവരം ലഭിക്കുന്നത്. പെൺകുട്ടി സ്കൂളിലെ ശുചിമുറിയിൽ വെച്ചും ഒപ്പം ഈ ഇപ്പോൾ അറസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള പ്രതിപട്ടികയിലുള്ള ഒരു പെൺകുട്ടിയുടെ സുഹൃത്ത് തന്നെയാണ് സഹപാഠിയായ പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ചും ഈ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് പരാതിയായി അല്ലെങ്കിൽ മൊഴിയായി പെൺകുട്ടിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ ഒരു അന്വേഷണം നടത്തിയാണ് ഇപ്പോൾ ഈ 6 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ട് വിശദമായ ചോദ്യം ചെയ്ത് വരികയാണ്. എങ്ങനെയാണ് സംഭവം ഉണ്ടായത്, ആരൊക്കെയാണ് ഇതിൽ, മറ്റുള്ളവർ ആർക്കെങ്കിലും ഇത് പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി പോലീസ് വിശദമായി ഈ കുട്ടികളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയാണ്. എന്തായാലും നമുക്കറിയാം 13 വയസ്സ് 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. 13 വയസ്സേ ഉള്ളൂ. ഈ പ്രതിപട്ടികയിൽ ചേർക്കപ്പെട്ടുള്ള കുട്ടികളും സമാനമായ പ്രായക്കാരാണ്. ഇത് വളരെ ഞെട്ടിൽ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഈ കുട്ടി സഹോദരിയോട് പറഞ്ഞു. സഹോദരിയാണ് പിന്നീട് സ്കൂൾ അധികൃതരെ അറിയിക്കുകയും പിന്നീട് കൗൺസിലിലൂടെയാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നതും പരാതിയാവുകയും പെട്ടെന്ന് തന്നെ പോലീസ് ഇത് കേസെടുക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ഇപ്പോൾ 6 പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. നവമി, ശശിനാരായണൻ, എങ്ങനെയാണ് ഈ കുട്ടി ഈ പീഡിപ്പിക്കപ്പെട്ട വ്യക്തികൾ അല്ലെങ്കിൽ പീഡിപ്പിച്ച വ്യക്തികളുമായിട്ട് എങ്ങനെയാണ് അവരുടെ സഹപാഠികൾ എന്നതിനപ്പുറത്തേക്ക് പുറത്തു നിന്നുള്ളവരുമൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. അവരെങ്ങനെയാണ് ഈ പെൺകുട്ടിയിലേക്ക് എത്തുന്നത്? ഈ പ്രണയബന്ധം തന്നെയാണോ ഇത്രയും വലിയൊരു ചതിക്കുഴിയിലേക്ക് ഈ പെൺകുട്ടിയെ തള്ളിവിട്ടതും? നവമി, തീർച്ചയായും അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആ കാര്യങ്ങളൊക്കെ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി വരികയാണ്. അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഇതിനകത്തുണ്ടോ എന്നുള്ള കാര്യമാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. കഴിഞ്ഞ വർഷമാണ് 50 പേർ ചേർന്ന ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസ് പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നത്. ആ കേസിലെ ഒരു പ്രതി കൂടി ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഉണ്ടെന്നുള്ള കാര്യം കൂടി പോലീസ് പങ്കുവെക്കുന്നുണ്ട്. വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും അത്തരത്തിൽ വലിയൊരു ബന്ധം ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നുള്ള കാര്യം അന്ന് വലിയ ഒരു വിവാദമായ അല്ലെങ്കിൽ ഒരു വലിയൊരു കേസായിരുന്നു. ഈ ഒരു പെൺകുട്ടിയെ 50ഓളം പേർ ചേർന്ന് പീഡിപ്പിച്ചൊരു കേസ്. അത് കഴിഞ്ഞ വർഷമാണ് ഉണ്ടായത്. ആ കേസിൽ ഒരു പ്രതി കൂടി ഈ കേസിലുണ്ട്. അതുകൊണ്ടാണ് ഇത് അത്തരത്തിലേക്ക് ഉള്ള രീതിയിൽ ഈ പെൺകുട്ടിയെ പ്രണയിച്ചോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ബന്ധങ്ങളുണ്ട്, ആ ബന്ധങ്ങളുടെ ഭാഗമായി വല്ലം പീഡനത്തിന് ഇരയാക്കിയോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കുന്നത്. അത്തരത്തിലുള്ള അന്വേഷണം കൂടി പോലീസ് നടത്തുന്നുണ്ട്. എന്തായാലും വലിയ ഗൗരവത്തോടു കൂടിയാണ് പോലീസ് ഈ പീഡന കേസ് അന്വേഷിക്കുന്നത്. 2 FIRകൾ ഇട്ടാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. കാരണം 10ഓളം പേരുടെ മൊഴികളാണ് ഈ പെൺകുട്ടി നൽകിയിട്ടുള്ളത്. അതിന് 5 പേര്, അതായത് സ്കൂളിലെ ശുചിമുറിയിൽ വെച്ച് പീഡിപ്പിച്ച കേസ് ഒരു FIRഉം ഒപ്പം ഈ പെൺകുട്ടിയുടെ സുഹൃത്തായ ഒരു പെൺകുട്ടി ഒത്താശ ചെയ്ത് ഈ കുട്ടിയെ പീഡിപ്പിക്കാൻ വേണ്ടി സുഹൃത്തായ ഒരു പെൺകുട്ടി ഒത്താശ ചെയ്തിട്ടുണ്ട്. ആ കുട്ടിയുടെ വീട്ടിൽ വെച്ചും ഈ പെൺകുട്ടി പീഡനത്തിനിരയായി. അങ്ങനെ 2 FIRകൾ ഇട്ടാണ് ഈ കേസ് പോലീസ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10ഓളം പ്രതികളാണ് ഇതിലുള്ളത്. ഇനി വിശദമായി അന്വേഷിക്കുമ്പോൾ ഒരു പക്ഷേ പ്രതികളുടെ എണ്ണം കൂടാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം ഞാൻ സൂചിപ്പിച്ച പോലെ 50 പേർ ചേർന്ന് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി ഈ കേസിൽ ഉൾപ്പെട്ടതാണ്. ഇത്തരം സംശയത്തിലേക്ക് വരാൻ കാരണം ഒരുപക്ഷെ ഈ പ്രണയം അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പെൺകുട്ടി പോവുകയും അത് ആ ലെവലിൽ ഏതെങ്കിലും തരത്തിൽ പ്രലോഭിപ്പിച്ച് പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നു. നമുക്കിതിൽ ഏറ്റവും ഞെട്ടലുണ്ടാക്കുന്ന കാര്യം 12ഉം 13ഉം 14ഉം വയസ്സുള്ള കുട്ടികളാണ് ഇതിൽ
പ്രതികൾ ആയി വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. നമ്മുടെ സ്കൂളുകളിൽ ഇത്തരം കൗൺസിലിംഗും മറ്റു കാര്യങ്ങളും ഒക്കെ ഈ കാലഘട്ടത്തിൽ നടത്തേണ്ട അത്യാവശ്യ കാര്യം കൂടി നമുക്ക് ഈ വാർത്തകൾ പുറത്തു വരുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കും. കാരണം വളരെ ഗൗരവമുള്ള കാര്യമാണ് ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഇത്തരം കേസുകളിൽ അകപ്പെടുന്നു എന്നുള്ള കാര്യം വളരെ ഗൗരവത്തോടു കൂടിയാണ് പോലീസും കാണുന്നത്. അത്തരത്തിലുള്ള ചില കൗൺസിലിംഗുകൾ കൗമാരക്കാർക്ക് അത്യാവശ്യമുള്ള സ്കൂളിൽ ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു നിരീക്ഷണവും ഒരു ജാഗ്രതയും വേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് എന്നുള്ളതാണ് ഈ കേസുകൾ നമ്മൾ ഇപ്പോഴത്തെ ഈ പീഡന കേസൊക്കെ പുറത്തു വരുന്നതുകൂടി എന്തായാലും പോലീസും അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കുകയാണ്. എന്തായാലും പ്രതികൾ 6 പേരാണ് ഉള്ളത്. നിലവിൽ ഇപ്പൊ പ്രതികളായി 6 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള. ഇവരെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. നവമി, അത് തന്നെയാണ് ശശിനാരായണൻ, നമ്മൾ ഈ സംസാരിക്കുന്നത് ഈ വലിയ സെക്സ് റാക്കറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു യുവതിയെ ഇത്തരത്തിലുള്ള ട്രാപ്പിൽപ്പെടുത്തുന്നതോ ഒന്നുമല്ല. തികച്ചും സ്കൂളിൽ പഠിക്കുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെയാണ് ഇത്രയും വലിയ ഒരു ക്രൂര പീഡനം നടന്നിരിക്കുന്നത്. ഈ പെൺകുട്ടി ഇത് വീട്ടിൽ പറഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ നിരന്തരമായി ഇത്തരത്തിലൊരു പീഡനം അനുഭവിച്ചു എന്നുള്ളത് മാതാപിതാക്കളോട് പറഞ്ഞിരുന്നില്ല. ഇങ്ങനെ ഒരു കൗൺസിലിംഗ് നടത്തിയില്ലായിരുന്നെങ്കിൽ ഇത് പുറം ലോകം അറിയാതെ പോയാനേ. പക്ഷേ ഈ കുട്ടി അനുഭവിക്കുന്ന മാനസിക വിഷമം, അതിനെ നമുക്ക് ഒരിക്കലും അവഗണിക്കാൻ കഴിയില്ല. എന്താണ് ആ കുടുംബത്തിന്റെ മൊഴി വിശദമായിട്ട് പോലീസ് രേഖപ്പെടുത്തിയോ? കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഇതിനെക്കുറിച്ച് വിശദാംശങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ വിവരങ്ങളൊന്നും കിട്ടിയിരുന്നില്ല. മറ്റൊരു കാര്യം കൂടി, നമ്മുടെ കുട്ടികളെ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കും അതോടൊപ്പം തന്നെ സമൂഹത്തിനും അധ്യാപകർക്കും കൂടി കുറച്ചുകൂടി ഗൗരവത്തോടെ കൂടി തന്നെയല്ലേ നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത്? നവമി പറഞ്ഞ കാര്യം തീർച്ചയായും അത് തന്നെയാണ്. നമ്മൾ വളരെ ഗൗരവത്തോടെ കൂടി കാണേണ്ടിയിരിക്കുന്നു. 12, 13, 14 വയസ്സുള്ള കുട്ടികൾ, ചെറിയ പ്രായം 8, 9, 10 ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, ആ കുട്ടികളാണ് ഇത്തരം കേസുകളിൽ അകപ്പെട്ടത്, പോക്സോ കേസിൽ അകപ്പെട്ടിരിക്കുന്നു. എന്തായാലും ഈ പ്രണയത്തിൽ അല്ലെങ്കിൽ അത്രയും പ്രലോഭിപ്പിച്ചും പ്രണയം നടിച്ച് പ്രലോഭിപ്പിച്ച് ഇത്തരം പീഡനം നടത്തി എന്നുള്ളൊരു വിവരം കൂടിയാണ് നമുക്ക് പുറത്തു വരുന്നത്. അത് കൃത്യമായി നമുക്കൊരു ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ചില മൊഴികളൊക്കെ അത്തരത്തിൽ വരുന്നുണ്ട്. അത് കൃത്യമായി പോലീസ് പിന്നീട് അക്കാര്യത്തെക്കുറിച്ച് വിശദമായി അറിയിക്കുമെന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കും എന്നുള്ള കാര്യമാണ് നമുക്ക് വിശ്വസിക്കപ്പെടുന്നത്. പക്ഷെ എന്തായാലും ഈ പെൺകുട്ടികൾ, അതായത് പ്രത്യേക ഈ കുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, അവരുടെ ഈ പ്രായത്തിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുകയും അത് പ്രതിയാക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവരുടെ മാനസികാവസ്ഥ അവരെ സമ്മർദ്ദത്തിലാകുന്നു. ഈ പീഡനമൊക്കെ നടന്നതിന് ശേഷം അത് അനുഭവിച്ചിട്ടുള്ള മാനസിക സംഘർഷം, വീട്ടിൽ സഹോദരിയോടാണ് ഈ വിവരം പറഞ്ഞത്. സഹോദരി പിന്നീട് ചൈൽഡ് ഹെൽപ്പ് ലൈനെ അറിയിക്കുന്നു. പിന്നീട് ആ വിവരം കൗൺസിലിംഗിലൂടെ പുറത്തു വരുന്നു. അത്തരം കാര്യങ്ങൾ പിന്നെ പരാതി ലഭിക്കുന്നു. പിന്നീട് പോലീസ് പെട്ടെന്ന് തന്നെ കേസിലേക്ക് കടക്കുന്നു എന്നുള്ള ഈ രീതിയിലാണ് ഈ വിവരം പുറത്തു വരുന്നത്. ആ നിമിഷമൊക്കെ ഈ കുട്ടി അനുഭവിച്ച മാനസിക വിഷയം, ചെറിയ പ്രായമാണ്, അതിലുള്ള മാനസിക പ്രയാസം, സമ്മർദ്ദങ്ങൾ, മാനസിക സമ്മർദ്ദങ്ങൾ, പ്രലോഭനങ്ങൾ, ഇതെല്ലാം കീഴ്പ്പെട്ടാണ് ഒരുപക്ഷെ ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് എത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളുകളിലും അതുപോലെ തന്നെ നമ്മുടെ സമൂഹ ഇടങ്ങളിലുമൊക്കെ ഇത്തരം ഈ കൗമാരക്കാരായ കുട്ടികളുടെ ജാഗ്രതകൾ, അതുപോലെ തന്നെ ബോധവൽക്കരണം, ഇത്തരം കാര്യങ്ങളെല്ലാം അടിയന്തരമായി ഉണ്ടാകേണ്ടതാണ്. കാരണം കുഞ്ഞുങ്ങൾ, ഇത്തരത്തിൽ സ്കൂളുകളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ ചെറിയ പ്രായമാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അതിൽ പ്രതിയായി വരുന്നവർ സമാനമായ പ്രായക്കാർ, സൗഹൃദത്തിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതൊക്കെ വളരെ ഗൗരവകരമായി തന്നെ കാണേണ്ട വിഷയമാണ്. അത് ഇപ്പോഴത്തെ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം ഈ കുട്ടികളെ ഈ സഹപാഠികൾ തന്നെ പീഡനത്തിനിരയാക്കുന്നു, സൗഹൃദം നടിച്ച് വലയിലാക്കി പീഡനത്തിനിരയാക്കുന്നു, ഇതെല്ലാം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഒരുപക്ഷെ സ്കൂളിലെ പാഠ്യ വിഷയങ്ങളിൽ പോലും ഇതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം ഉണ്ടാകേണ്ട കാലഘട്ടം അതിക്രമിച്ചു എന്നുള്ളതാണ് ഇത്തരം വിഷയങ്ങൾ പുറത്തു വരുന്ന കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സോഷ്യൽ മീഡിയ വഴിയിലൊക്കെ പരിചയപ്പെട്ടാണ് പല കുട്ടികളും ഇത്തരത്തിൽ പീഡനത്തിനും മറ്റു കാര്യങ്ങളിലൊക്കെ പോകുന്നത്. ആ സാഹചര്യങ്ങളെല്ലാം അവരെ ബോധവൽക്കരിക്കേണ്ട സാഹചര്യം, അതുപോലെ തന്നെ അവരുടെ വീട്ടിലെ പശ്ചാത്തലം, ഇതെല്ലാം പഠന വിധേയമാക്കേണ്ടതുണ്ട്. എന്തായാലും വലിയൊരു ബോധവൽക്കരണം ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ ഇത്തരത്തിൽ പീഡന കേസിൽ അകപ്പെടുന്നു, പോക്സോ കേസിൽ അകപ്പെടുന്നു എന്ന് പറയുന്നത് പോലീസും വലിയ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. കാരണം തിരിച്ചറിവില്ലാത്ത പ്രായം എന്ന് വേണമെങ്കിൽ പറയാം. 12, 11 വയസ്സ്, 13 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടികളുടെ പ്രായം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. അവരനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ, തുറന്നു പറയാൻ പറ്റാത്ത ഇടങ്ങൾ, ഇതെല്ലാം ആ കുട്ടികളെ ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ കുട്ടി സഹോദരിയോടാണ് ഈ വിവരം പറഞ്ഞത്, മൗനമായിരുന്നു. അതുകൊണ്ട് സഹോദരിയുടെ വിവരം ചോദിച്ച് മനസ്സിലാക്കിയ സഹോദരി പിന്നീട് ഹെൽപ്പ് ഡെസ്കിൽ അറിയിക്കുകയും ഈ ചൈൽഡ് ഹെൽപ്പ് ലൈനെ അറിയിക്കുകയും അതിനുശേഷം അവരാണ് ഇത് പോലീസിലെ അറിയിച്ച് പിന്നെ കൗൺസിലിംഗിലൂടെ കുട്ടി തുറന്നു പറയുകയും പിന്നീട് പരാതി എടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ കേസ് പുറത്തു വരുന്നത്. എന്തായാലും 6 പേരാണ് ഈ കേസിൽ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. 4 പേരും ഈ ചെറിയ പ്രായക്കാരാണ് എന്നുള്ളതാണ്. നമുക്ക് ഈ കുട്ടികളുടെ വിവരങ്ങളോ കാര്യങ്ങളോ പ്രദേശമോ ഒന്നും തന്നെ പങ്കുവെക്കാൻ കഴിയില്ല. പോക്സോ കേസാണ്. എന്തായാലും 2 പേർ മുതിർന്ന വ്യക്തികളാണ്. അവര്
ഒരാൾ നേരത്തെ പോക്സോ കേസിൽ, ഈ പത്തനംതിട്ടയിൽ നടന്ന പോക്സോ കേസിൽ ഒരു ആൾ പ്രതിയുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് ഒരു പക്ഷേ അത്തരത്തിൽ വലിയ രീതിയിൽ ഒരു പീഡന കേസിലേക്ക് കഥ ചുരുളഴിയാൻ സാധ്യതയുണ്ടോ, അങ്ങനെ വല്ലതും ഈ കുട്ടിയെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുന്നത്. എന്തായാലും വിശദമായ ഒരു അന്വേഷണം ഈ കേസിൽ ആവശ്യമാണ്. പോലീസ് അത്തരത്തിലാണ് ഈ 2 എഫ്ഐആർ ഇട്ട് വളരെ വിശദമായി എസ്പിയുടെ നേതൃത്വത്തിൽ ഈ കേസ് വലിയ രീതിയിൽ അന്വേഷിക്കുന്നത്. ശരി, പത്തനംതിട്ടയിൽ നിന്നും ശശി നാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിലാണ് സ്കൂളിലെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ചേർന്ന് പീഡിപ്പിച്ചത്. 13 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയാണ് പീഡനത്തിനിരയായത്. പോലീസ് എന്തായാലും അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്.